ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ. മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മൂന്നാർ കയ്യേറ്റ വിഷയം പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ഇടുക്കിയിലെ പട്ടയ വിതരണം, വ്യാജ പട്ടയം നൽകിയ സംഭവങ്ങൾ, റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയ കാര്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കാനാണ് സർക്കാർ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ റാങ്കുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ. സ്പെഷ്യൽ ഓഫീസർക്ക് റവന്യൂ വകുപ്പും പോലീസും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. പട്ടയങ്ങളുടെ ആധികാരികതയടക്കമാണ് സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കേണ്ടത്. വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച രീതികളൊക്കെ സമാനമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പിന്നിലുണ്ടെന്നും വിലയിരുത്തി. മനോഹരമായ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി നശിപ്പിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ദേവികുളം പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട കോടതി പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണവും തേടി. മൂന്നാറിലും മറ്റ് 15 പഞ്ചായത്തുകളിലും നിർമ്മാണങ്ങൾ നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അനധികൃത നിർമ്മാണം തടയുന്നതിനു വേണ്ടിയുള്ള മുന്നുത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചോദ്യമുന്നയിച്ച കോടതി ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കാത്തതിലടക്കം സർക്കാരിനോട് വിശദീകരണം തേടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.